അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ ഒരാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ കടബാധ്യതയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു വലിയ പർവ്വതം കണക്കെ കടമുണ്ടെങ്കിലും ഈ ദുആ നിർവഹിച്ചാൽ ആ കടം വീടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ദുആ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. അല്ലാഹുവേ, നീ എനിക്ക് നീ ഹലാലാക്കിയ കാര്യങ്ങളിൽ മതിയായത് നൽകണമേ. അഥവാ ഹറാമായ ഒന്നിലേക്കും പോകാതെ ഹലാലിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ നീ എനിക്ക് നൽകണമേ. അഥവാ എനിക്ക് ഹറാമ് വേണ്ട, ഹലാല് മതി, അതിൽ നീ എനിക്ക് സംതൃപ്തി നൽകണമേ. അതാണ് അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് എന്നതിൻ്റെ അർത്ഥം. പിന്നെ വഅഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്. നിൻ്റെ ഔദാര്യം കൊണ്ട്, നിൻ്റെ ഫള് കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണമേ മറ്റുള്ളവരിൽ നിന്നും. അഥവാ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ നിന്നും നീ എനിക്ക് ധന്യത നൽകുകയും എനിക്ക് നീ സ്വയം പര്യാപ്തത നൽകുകയും ചെയ്യണമേ നിൻ്റെ ഫള് കൊണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നിൻ്റെ ഫള് മതി, മറ്റുള്ളവരുടെ ഫള് വേണ്ട. എനിക്ക് ഹലാല് മതി, എനിക്ക് ഹറാമ് വേണ്ട. ഇതാണ് ഈ ദുആയുടെ അർത്ഥം. അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്. ഈ ദുആ നമ്മൾ നിരന്തരം നിർവഹിച്ചാൽ പർവ്വത സമാനമായ കടങ്ങൾ വരെ തീരുമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ നീ ഉത്സാഹിച്ച് മുന്നോട്ട് വരണം, നീ അള്ളാഹുവിനോട് സഹായം തേടുകയും വേണം. അപ്പോൾ കടം വീടാൻ വേണ്ടി പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കരുത്, നമ്മൾ പ്രവർത്തിക്കണം. ജോലിക്ക് പോകണം, ചെലവുകൾ ചുരുക്കേണ്ടടത്ത് ചെലവുകൾ ചുരുക്കണം. ഹറാമായ കാര്യങ്ങളിൽ നമ്മുടെ സമ്പത്ത് നമ്മൾ ഒരിക്കലും ദൂർത്തടിക്കാൻ പാടില്ല. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളിലെ ധനം ചെലവഴിക്കാൻ പാടുള്ളൂ. നന്നായി അധ്വാനിക്കുക. അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ വീടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.